നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2025 ഫെബ്രുവരി 17 മുതൽ 23 വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങുന്ന എല്ലാ കൂറുകാരുടെയും ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം. ഈ കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ 7 മണിവരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ശത്രുക്കൾക്ക് നാശം, രോഗങ്ങൾക്ക് നാശം, വൃഷ്ടാന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം അനുകൂലമല്ല. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത. അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി കാർത്തിക, മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണി വരെ കാര്യങ്ങൾക്ക് തടസ്സം, യാത്രകൾക്ക് തടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെ വളരെയധികം അനുകൂലമാകുന്നു. ശത്രുനാശം, രോഗനാശം, ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ എന്നിവ ഫലങ്ങളാകുന്നു. കൂടാതെ മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ശനിയാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം അനുകൂലമല്ല. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത. അതിനാൽ ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. കാര്യതടസ്സങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി മകീര്യം അന്ത്യപകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ 7 മണി വരെ അത്ര അനുകൂലമല്ല. അകാരണമായിട്ടുള്ള ഭയത്തിന് സാധ്യത, യാത്രാ തടസ്സം, കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണി കഴിഞ്ഞാൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, രോഗത്തിന് നാശം, ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നതായിരിക്കും. അതായത് ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. ഇനി പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച രാത്രി 6 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഭാര്യ ഭർത്തൃ നേട്ടങ്ങൾ, ദാമ്പത്യസുഖം, കാര്യവിജയം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 6 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, ആരോഗ്യക്കുറവ്, കാര്യതടസ്സം, അകാരണമായിട്ടുള്ള ഭയം, മാനഹാനി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ശനിയാഴ്ച രാത്രി 6 മണിക്ക് ശേഷം അനുകൂലമാകുന്നു. ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കുക. രോഗത്തിന് നാശം എന്നിവ സംഭവിക്കുന്നതാകുന്നു. ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. ഇനി മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന
ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിവരെ കാര്യതടസ്സം, അകാരണമായിട്ടുള്ള ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണി മുതൽ വ്യാഴാഴ്ച രാവിലെ 7 മണി വരെ വളരെ അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, കാര്യവിജയം, സുഖശയനം, ദാമ്പത്യസുഖം, ധനവർദ്ധനവ് എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. ഈ അനുകൂലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴാഴ്ച രാവിലെ 5:45 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം എന്നിവ കാണുന്നു. ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി ഉത്രം 3/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം എന്നിവ കാണുന്നു. ഈ അനുകൂല ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തുക. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനി എന്നിവ കാണുന്നതിനാൽ വളരെയധികം സൂക്ഷിക്കുക. ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, സുഖശയനം, ധനവർദ്ധനവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അകാരണമായിട്ടുള്ള ഭയത്തിന് സാധ്യത കാണുന്നു. ആയതിനാൽ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈശ്വരാധീനം കൈവരിക്കുക. ഇനി ചിത്തിര അന്ത്യത്തെ പകുതി, ചോതി, വിശാഖം 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അമിതമായിട്ടുള്ള ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, സുഖശയനം, ദാമ്പത്യസുഖം, ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു. ഇത് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെ സിദ്ധിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം അനുകൂലമല്ല. അകാരണമായിട്ടുള്ള ഭയത്തിന് സാധ്യത കാണുന്നു. ആയതിനാൽ ശ്രദ്ധിക്കുക. ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. ഇനി വിശാഖം 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 11-ാമിടത്തും 12-ാമിടത്തും ജന്മത്തിലും, അതായത് 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ബന്ധുസമാഗമം, സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസം പ്രയോജനപ്പെടുത്തുക. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു. ഈ അനുഭവങ്ങളെല്ലാം തന്നെ വ്യാഴാഴ്ച രാവിലെ 7 മണി വരെ സിദ്ധിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അമിതമായിട്ടുള്ള ചെലവ് എന്നിവ ഫലങ്ങൾ കാണുന്നതിനാൽ ധനം ചെലവഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ഭോജനം, സുഖശയനം, ദാമ്പത്യത്തിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു. ഇനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 10-ാം ഇടത്തും 11-ാം ഇടത്തും 12-ാം ഇടത്തും 1-ാം ഇടത്തും അതായത് ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ ശനിയാഴ്ച വൈകുന്നേരം 7 മണി വരെ വളരെയധികം അനുകൂലമാകുന്നു. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഹൃത്ത് സംഗമം, ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനവ്യയം എന്നിവ കാണുന്നു. പരമാവധി സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ. ഇനി ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലം പരിശോധിക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും 12-ാം ഇടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അകാരണമായിട്ടുള്ള ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വ്യാഴാഴ്ച രാവിലെ 7 മണി വരെ വളരെ അനുകൂലമാകുന്നു. സർക്കാർ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, മൃഷ്ടാന്ന ലാഭം, സുഹൃത്ത് സംഗമം സാധ്യത കാണുന്നു. ആയതിനാൽ അനുകൂലമായിട്ടുള്ള ഈ ദിവസങ്ങൾ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുക. ഈ ഫലങ്ങൾ എല്ലാം തന്നെ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെ ലഭിക്കുന്നതായിരിക്കും. ശനിയാഴ്ച 6 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, ധനവ്യയം, അമിതമായിട്ടുള്ള ചെലവിന് സാധ്യത എന്നിവ കാണുന്നു. ഇനി അവിട്ടം ആദ്യത്തെ പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ 6 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത, അകാരണമായിട്ടുള്ള ഭയത്തിന് സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിന്തകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല അവസ്ഥ, മൃഷ്ടാന്ന ലാഭം, ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധനം ക്രയവിക്രയം ചെയ്യുമ്പോൾ. ഇനി പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലം പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 7-ാം ഇടത്തും 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ വളരെ അനുകൂലമാകുന്നു. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, കാര്യവിജയം, ധനാഗമനം, ശത്രുനാശം എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച വൈകുന്നേരത്തിന് ശേഷം അനുകൂലമല്ല. അകാരണമായിട്ടുള്ള ഭയം എന്നിവ ഫലങ്ങളാകുന്നു. ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ ഈ ദിവസങ്ങളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.